പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്വാഗതത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയ റീത ആൻറ്റിയാണ്. ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരുവചനത്തിലോട്ട് കടക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രിയ റീത ആൻറ്റിയെയും ഫാമിലിയെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. അവരുടെ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ റിലീസ് ചെയ്യുന്നു. കർത്താവെ, അവരാഗ്രഹിക്കുന്ന ജോലി മേഖലകൾ, പഠന മേഖലകൾ എല്ലാം പൂർത്തീകരിക്കുവാൻ ആ തലമുറയുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി ചലിക്കട്ടെ. എല്ലാ അപ്പോസ്റ്റോലിക് ബ്ലെസ്സിങ്ങുകൾ കൊണ്ടും ഇപ്പോൾ ഞങ്ങൾ അവരെ നിറയ്ക്കുന്നു, തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ഇങ്ങനെ ഹാർവസ്റ്റ് ടി വിയിലൂടെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ നിരന്തരമായി ഈ എപ്പിസോഡുകൾ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാർവസ്റ്റ് ടി വിയിൽ. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ അത് മറ്റൊരു വ്യക്തിയോടും കൂടെ അത് പറഞ്ഞാട്ടെ. ഒപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ, അപ്പോസ്റ്റിൽ ജാക്സൺ ജെയിംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജുകളും പാട്ടുകളും എല്ലാം നിരന്തരം ലഭിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുമെങ്കിൽ ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്കും നിങ്ങളിലേക്ക് കൈമാറുന്നതായിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഞങ്ങളെ അറിയിച്ചാട്ടെ. ടെസ്റ്റിമണികൾ ഞങ്ങളെ അറിയിച്ചാട്ടെ. നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ടെങ്കിൽ അറിയിച്ചാട്ടെ. പ്രാർത്ഥനകളുണ്ടെങ്കിൽ അറിയിച്ചാട്ടെ. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പഠിച്ചത് മഹത്വത്തിൻ്റെ തലത്തിൽ ഫ്രീഡം ഉണ്ട് എന്ന ഒരു സബ്ജക്റ്റാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു എന്താണ് ഡെലിവറൻസും സ്വാതന്ത്ര്യവും തമ്മിലുള്ള വ്യത്യാസം. അതായത് വിടുതലും സ്വാതന്ത്ര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. വിടുതലിൽ നടക്കുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ വിടുതലാകുന്നു. ചിലപ്പോൾ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ പോകുമ്പോൾ, ചിലപ്പോൾ മറ്റൊരു പ്രത്യേക മീറ്റിങ്ങിൽ പോകുമ്പോൾ വിടുതലാകുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വീഴുന്നു, പിന്നെയും കെട്ടിലകപ്പെടുന്നു, പിന്നെയും കെട്ട് പൊട്ടിക്കുന്നു. അടുത്ത ദൈവദാസം വരുമ്പം പിന്നെയും കെട്ട് പൊട്ടുന്നു, പിന്നെയും കെട്ടിൽ വീഴുന്നു, എഴുന്നേക്കുന്നു, വീഴുന്നു, എഴുന്നേക്കുന്നു, വീഴുന്നു, എഴുന്നേക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ പേരാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഡെലിവറൻസ്. ആകുന്നു, എഴുന്നേക്കുന്നു. എന്നാൽ ഫ്രീഡം അതല്ല. ഫ്രീഡത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് നിരന്തരമായി ക്രിസ്തീയ ജീവിതം ജയകരമായി നിരന്തരം പാപത്തെ, പിശാചിനെ ജയിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഫ്രീഡം. മഹത്വത്തിൻ്റെ തലത്തിൽ നമുക്ക് ഫ്രീഡം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളെല്ലാം ഗ്ലോറി എന്ന ആശയവുമായി കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കാറുള്ളത്. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ തലത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഓരോ ഫാസ്റ്റിംഗ് പ്രയറിന് പോയി കെട്ട് അഴിച്ച് പിന്നെയും വീണ്, പിന്നെ അടുത്ത മാസം വരുന്ന ഫാസ്റ്റിംഗ് പ്രയറിന് പിന്നെയും കെട്ടഴിച്ച്, അത് കഴിഞ്ഞ് പിന്നെയും വീണ്, ഇങ്ങനെ പോകുന്ന ഒരു ജീവിതത്തിനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നിരന്തരമായി ജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനാണ്. അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. ചേർന്ന് എന്നോട് കൂടെ പറഞ്ഞാട്ടെ, സ്വാതന്ത്ര്യം. പക്ഷെ നമ്മുടെ വിശ്വാസികളുടെ തലയിൽ സ്വാതന്ത്ര്യം എന്ന ഒരു ആശയം എവിടെയും തന്നെ ഇല്ല. ഹല്ലേലൂയ. അവരുടെ തലയിലുള്ളത് ഓരോ ഫാസ്റ്റിംഗ് പ്രയറിനും ഓരോ ഡെലിവറൻസ് മീറ്റിങ്ങിനും അവരെ വിടുതലാക്കൊണ്ടേ ഇരിക്കണം. അതായത് കെട്ടുപൊട്ടിക്കൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. അതാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ വചനം കൊലോസ്യർ 1:13 പറയുന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കിയല്ലോ. നിങ്ങളുടെ രാജ്യം മാറി, നിങ്ങളുടെ ഭാവം മാറി, നിങ്ങളുടെ ആത്മാതലം മരിച്ചതായിരുന്നു, ഉയർത്തെഴുന്നേറ്റു. ഇനി നിങ്ങൾ എന്തിനാണ് കെട്ടിൽ കിടക്കേണ്ട ആവശ്യം? ഞാൻ പഴയ നിയമത്തിലെ ആശയം കഴിഞ്ഞ ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പഴയ നിയമത്തിൽ ഒരു വിഷയം വരുമ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ആ കെട്ട് വീണ് കഴിഞ്ഞിട്ടാണ് ശിംശോന്റെ മേൽ ആത്മാവ് വരികയും കെട്ടഴിയുകയും ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ 24 മണിക്കൂറും നിങ്ങളുടെ അകത്ത് ആത്മാവിൻ്റെ പ്രവർത്തനമുള്ളത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെട്ട് വീണിട്ടല്ല കെട്ടഴിയുന്നത്, കെട്ടു വീഴാതെ നടക്കാൻ നിങ്ങൾക്ക് പറ്റും. ആ തലത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. മഹത്വത്തിൻ്റെ തലത്തിൽ, ഗ്ലോറിയുടെ റലത്തിൻ്റെ അകത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടത് സ്വാതന്ത്ര്യമാണ്.
അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് പുത്രൻ സ്വതന്ത്രനാക്കിയാൽ ഒരു വ്യക്തി സാക്ഷാൽ സ്വതന്ത്രൻ ആകുന്നു. ഈ ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ പുതിയൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് വായിക്കുകയാണ്. ഗലാത്യ ലേഖനം 5:1. ഗലാത്യ ലേഖനം 5:1. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ചേർന്ന് പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ. അടിമനുഖത്തിൽ കുടുങ്ങേണ്ട കാര്യം ഇനിയില്ല. ഇവിടെ അടിമനുഖം എന്നുള്ളതിൻ്റെ ആശയം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അടിമനുഖം എന്ന് എഴുതിയിരിക്കുന്നത് മിക്കവാറും പ്രസംഗകർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഡ്രഗ്സ് ആയിട്ടോ ആൽക്കഹോൾ ആയിട്ടോ അങ്ങനെയുള്ള മദ്യപാനമായിട്ടോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അടിമനുഖം എന്ന് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്, വാസ്തവത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഡ്രഗ്സ് എന്നോ ആൽക്കഹോൾ എന്നോ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കർത്താവ് നമ്മളെ അതിൽ നിന്ന് തന്നെ സ്വതന്ത്രനാക്കിയത്. പക്ഷേ അതിനേക്കാൾ പവർഫുൾ ആയിട്ടൊരു ടെർമിനോളജിയാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇവിടുത്തെ അടിമനുഖം. ആമേൻ, ഹല്ലേലൂയ, ന്യായപ്രമാണമാണെന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ ആ അർത്ഥത്തിൽ ആ വ്യാഖ്യാനം നമ്മൾ വാസ്തവത്തിൽ ഇന്നുവരെ കേൾക്കാത്തൊരു വ്യാഖ്യാനമാണ്. ഹല്ലേലൂയ. അധികം പേരും പ്രസംഗിക്കാത്ത ഒരു വ്യാഖ്യാനമാണ്. ഇവിടെ അടിമനുഖം എന്ന് വാസ്തവത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ പഴയ നിയമമാകുന്ന ന്യായപ്രമാണത്തെയാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3 പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ന്യായപ്രമാണം അല്പനേരത്തേക്ക് ദൈവം കൊടുത്ത ഒരു വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് പറയുകയാണ് അതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമില്ല. കാരണം 2 കൊരിന്ത്യർ 3 പഠിക്കുമ്പോൾ അത് കല്ലിന്മേൽ അക്ഷരമായി കൊത്തി വെച്ചിരിക്കുന്നതാണ്. അത് അക്ഷരങ്ങളുടെ ശുശ്രൂഷയാണ്, അത് മരണ ശുശ്രൂഷയാണ്, അതിനാർക്കും സ്വാതന്ത്ര്യം തരാൻ കഴിയത്തില്ല എന്ന് കൃത്യമായിട്ട് 2 കൊരിന്ത്യർ 3 എഴുതി കഴിഞ്ഞു. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ ഇതാണ്. അവൻ കൃത്യമായി നിന്നോട് പറയും, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യണം. കൃത്യമായിട്ട് ഈ ശുശ്രൂഷ പഴയ നിയമത്തിൽ ഉണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് കൃത്യമായിട്ട് അത് നിനക്ക് പറഞ്ഞു തരും. എന്നാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന വിഷയത്തിൽ നിന്നെ സഹായിക്കാൻ അതിന് കഴിവില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇവിടെ കൃത്യമായി ഗലാത്യ ലേഖനം 5:3 എഴുതിയിരിക്കുന്നത്: Again I declare to every man who lets himself be circumcised that he is obliged to obey the whole law. You who are trying to be justified by the law, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ ഇവിടെ അടിമനുഖം എന്ന് വാസ്തവത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. എന്നിട്ട് അതുമായി കണക്ട് ചെയ്യുന്ന ഒരു പദമാണ് 4ാമത്തെ വാക്യത്തിൽ കിടക്കുന്നത്: യു ഹു ആർ ട്രൈയിങ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ദ ലോ. അവിടെ ട്രൈയിങ് എന്നുള്ള വേർഡിനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ന്യായപ്രമാണം അഥവാ പഴയ നിയമം ട്രൈയിങ്ങിന്റെ നിയമമാണ്. അത് നിന്റെ ശ്രമത്തിന്റെ ജീവിതമാണ്. ശ്രമിച്ച് 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 പലരും തോറ്റുപോയ ജീവിതമാണ്. നമ്മുടെ സഭകളിൽ ഇന്നും പ്രസംഗിക്കപ്പെടുന്നത് ഈ ശ്രമത്തിന്റെ ജീവിതമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരും ആമേൻ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് തന്നെയാണ് നമ്മുടെ സഭകളിലും നമ്മുടെ ആത്മഗോളത്തിലും നമ്മൾ കേട്ടു വളരുന്നത്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ കേൾക്കേണ്ട ആദ്യത്തെ വസ്തുത അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. ആദ്യം നമ്മൾ കേൾക്കേണ്ട വസ്തുത ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ഫ്രീ ആയിട്ട് കിട്ടി. കാരണം ഈ പുതിയ നിയമം അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, അത് ആത്മാവിന്റെ ശുശ്രൂഷയാണെന്ന് 2 കൊരിന്ത്യർ 3 എഴുതി കഴിഞ്ഞു. ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യം ഉണ്ട്. ശ്രമം എവിടെ ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യമില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു മീൻ, ഒരു മത്സ്യം നീന്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷി പറക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ പക്ഷി പറക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷി പറക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഞാനൊരു മത്സ്യം നീന്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ല, നീന്തുന്നതാണ് കണ്ടിട്ടുള്ളത്.
ബ്രദറെ, എന്താണ് ബ്രദർ പറഞ്ഞു വരുന്നത്? പറഞ്ഞു വരുന്ന ആശയം ഇത്രയേ ഉള്ളൂ. നിന്നെ പുതിയ നിയമത്തിൽ ദൈവം തിരിച്ച് ആദാമിൽ വീണുപോയ അതേ, അല്ലെങ്കിൽ വീഴാതെ നിന്ന ആദാമിൻ്റെ അതേ പൊസിഷനിലോട്ട് നിന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇനി നിന്റെ ജീവിതത്തിൽ ശ്രമമല്ല ഉള്ളത്, ജയമാണുള്ളത്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന മിനിറ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം, ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമം അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് പറയുന്ന നിയമം മാത്രമല്ല. ആദ്യം യേശു വന്നത് എന്തിനാണ്? നിന്നെ സ്വതന്ത്രനാക്കുവാൻ. പഴയ നിയമത്തിന്റെ ന്യായ പ്രമാണത്തിന് കഴിയാതിരുന്ന ഒരു കാര്യം പുതിയ നിയമത്തിലുണ്ട്. കൃത്യമായിട്ട് 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. യു ഹൂ ആർ ട്രൈയിങ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ദ ലോ ഹാവ് ബീൻ ഏലിയനേറ്റഡ് ഫ്രം ക്രൈസ്റ്റ്. ശ്രദ്ധിക്കണേ, ഇപ്പോഴും നമ്മുടെ സഭകളിൽ ഈ ട്രൈ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ട്രൈയുടെ നിയമമല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിലുള്ള നീതിയോ യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമോ നമ്മളെ പഠിപ്പിക്കാറുണ്ടോ? എനിക്കറിയത്തില്ല. എത്ര അടുത്ത് അത് പഠിപ്പിക്കാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. നോക്കിയാൽ, യു ആർ ട്രൈയിങ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ദ ലോ ഹാവ് ബീൻ ഏലിയനേറ്റഡ് ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. അപ്പം നിങ്ങൾ ഇന്നും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ അതിനൊരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ തലയിൽ കിടക്കുന്നത് ഈ ട്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾ ഡ്രൈ ആകും. ഏതൊരു ദേവദാസൻ പറഞ്ഞ ഡെവിൾ നിന്നെ ഫ്രൈ ആക്കും. ഹല്ലേലൂയ. ഇഫ് യു ട്രൈ യു വിൽ ബിക്കം ഡ്രൈ ആൻഡ് ദ ഡെവിൾ വിൽ ഫ്രൈ. ഒന്നുകൂടെ പറയാം. ഇഫ് യു ട്രൈ യു വിൽ ബിക്കം ഡ്രൈ ആൻഡ് ഫൈനലി ദ ഡെവിൾ വിൽ ഫ്രൈ. ഹല്ലേലൂയ. നീ ശ്രമിച്ചാൽ നീ ഡ്രൈ ആയി പോകും. കുറച്ച് കഴിയുമ്പോൾ ഡെവിൾ നിന്നെ ഫ്രൈ ആക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമം ശ്രമത്തിലല്ല തുടങ്ങുന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്, സ്വാതന്ത്ര്യത്തിലാണ്. ഒരു മത്സ്യം നീന്താൻ ശ്രമിക്കുവല്ല, നീന്തുക. ഒരു പക്ഷി പറക്കാൻ ശ്രമിക്കുവല്ല, പറക്കുക. കാരണം അതിന് ചിറകുണ്ട്, മത്സ്യത്തിന് അതിന് നീന്താനുള്ള വകുപ്പുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ നിന്റെ അകത്തേക്ക് ആത്മാവ് റീസ്റ്റോർ ആയതുകൊണ്ട്, പഴയ നിയമത്തിൽ ആർക്കും ആത്മാവിനെ പൂർണ്ണ തലത്തിൽ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല. ചില പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് ആത്മാവിൻ്റെ ഒരളവിനെ പകർന്നു കൊടുത്തത്. എന്നാൽ പുതിയ നിയമം അതല്ല. ആത്മാവിനെ പൂർണ്ണമായി നിന്റെ അകത്തേക്ക് പകർന്നതുകൊണ്ട് ഇനി ജയിക്കാൻ നീ ശ്രമിക്കരുത്, നീ ജയിച്ചോളും. നീ ക്രിസ്തുവിലെ വിശ്വാസത്തെ ചുമ്മാ നടന്നാൽ മതി, നീ ഓട്ടോമാറ്റിക് ജയിച്ചോളും. നീ ആ മത്സ്യം ചുമ്മാ ഒന്ന് അനങ്ങിക്കൊടുത്താൽ മതി, നീന്തിക്കോളും. ആ പക്ഷി ഒന്ന് കൈ ഒന്ന് വിടർത്തിയാൽ മതി, പറന്നോളും. പറക്കാൻ ശ്രമിക്കരുത്, പറന്നോളും. ഒരു സിംഹത്തെ ഗർജിക്കാൻ പഠിപ്പിക്കുമല്ല, സിംഹം ഗർജിച്ചോളും. അപ്പം പുതിയ നിയമത്തിൽ ആദ്യമായി സംഭവിച്ചത്, നിന്റെ അകത്തെ മനുഷ്യനെ എൻ്റെ ദൈവം മാറ്റിക്കളഞ്ഞു, അതിനെ പുതിയ സൃഷ്ടിയാക്കി. ക്രിസ്തുവിൽ ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്ന വിശ്വാസത്തിലും ജയത്തിലുമാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭം. ഈ ബോധ്യം തലയിൽ കയറുമ്പോൾ മാത്രമാണ് മഹത്വത്തിൻ്റെ തലത്തിലോട്ട് നിങ്ങൾക്ക് ഉയരുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് ഹല്ലേലൂയ ഫ്രീഡത്തിൻ്റെ മറ്റു ചില ആശയങ്ങളും കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 8:2 ഇങ്ങനെ വായിക്കുന്നു. Because through Christ Jesus, the law of the Spirit who gives life has set you free from the law of sin and death. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച ഒരു വാക്യത്തിലോട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. റോമാലേഖനം 8:2 അവിടെ എഴുതിയിരിക്കുന്നു, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷ. പഴയ നിയമത്തിൻ്റെ അക്ഷരത്തിൻ്റെ കല്ലിൽ കൊത്തിയ ശുശ്രൂഷയല്ല, മരണ ശുശ്രൂഷയല്ല, അവൻ ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷ. ഇന്ന് ചിലർ ജീവിക്കും യേശുവിൻ്റെ നാമത്തിൽ. വിശ്വാസത്തിൻ്റെ ഈ പുതിയ നിയമത്തെ നീ സ്വീകരിച്ചാൽ, എന്തുകൊണ്ടാണ് യേശുവിനെ പരീശന്മാർക്ക് സ്വീകരിക്കാൻ കഴിയാഞ്ഞെന്നറിയാവോ? യേശു പറഞ്ഞത് പുതുവീഞ്ഞാണ്. പക്ഷെ ആ പുതുവീഞ്ഞ് സ്വീകരിക്കണമെങ്കിൽ ഇന്നൊരു പുതിയ തുരുത്തി നിനക്ക് വേണം. പുതിയ തുരുത്തി ഉണ്ടെങ്കിൽ ഈ പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ ശുശ്രൂഷയെ നീ സ്വീകരിച്ചാട്ടെ. റോമാലേഖനം 8:2 എഴുതിയിരിക്കുവാണ്, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം.
ഹല്ലേലൂയ. നിനക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല, എന്തെന്നാൽ നീ ന്യായപ്രമാണത്തിന് കീഴല്ല, കൃപയുടെ കീഴിലത്രേ ഉള്ളത്. എല്ലാവരും ചേർന്ന് പറഞ്ഞോട്ടെ, ഞാൻ കൃപയുടെ കീഴിലാണ്, ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. For sin shall no longer be your master, because you are not under the law but under grace. ഹല്ലേലൂയ. ശക്തമായ ചില വാചകങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. അതങ്ങ് സമ്മതിക്കണം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് ആരെയും പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളതല്ല. 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം നല്ലത്, തികവുള്ളത്, പക്ഷെങ്കിൽ അതിനാരെയും സഹായിപ്പാനോ രക്ഷിപ്പാനോ കഴിവില്ല. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സദ്വർത്തമാനം, ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, നിങ്ങളെ രക്ഷിക്കാൻ പറ്റും, നിങ്ങളെ സ്വാതന്ത്ര്യം തരാൻ പറ്റും യേശുവിൻ്റെ നാമത്തിൽ. അതിനറിഞ്ഞിട്ട് നിങ്ങളൊന്ന് തുടങ്ങിക്കേ. ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നും അക്ഷരത്തിൻ്റെ ശുശ്രൂഷയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ശ്രമിക്കും, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ട്രൈ ചെയ്യും, നിങ്ങൾ ഡ്രൈ ആകും, ഡെവിൾ നിന്നെ ഫ്രൈ ആക്കും. ഹല്ലേലൂയ. അതല്ല ഇനി നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ശ്രമത്തിൻ്റെ നിയമങ്ങളെ പൊളിച്ചിട്ട് യേശുവിലെ വിശ്വാസത്തിൻ്റെ ജീവിതം ഇന്ന് ആരംഭിച്ചേ. യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ യേശുവിലുള്ള വിശ്വാസം നീ സ്വീകരിച്ചേ. ക്രിസ്തു തന്നെ നിന്നിൽ വന്നിരുന്ന് ജീവിക്കുന്ന ജീവിതമാ പുതിയ നിയമത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് പൗലോസ് ഗലാത്യർ 2:20 പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എനിക്കിനി ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ ജീവിച്ചാൽ തോറ്റുപോകും, ഞാൻ ശ്രമിച്ചാൽ തോറ്റുപോകും. അടുത്ത വാക്യത്തിൽ എഴുതി, ഞാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ തന്നെ ഈ ജഡത്തിലായിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നെ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പുതിയ നിയമത്തിൻ്റെ ജയത്തിൻ്റെ ജീവിതത്തെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. റോമാലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ 7-ാം അധ്യായം മുഴുവൻ നമ്മളൊന്ന് പഠിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 7-ാം അധ്യായം 15 തൊട്ട് വായിച്ചെങ്കിലേ 8-ാം അധ്യായം വിശദീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ ഒരു കരച്ചിൽ നമുക്ക് കാണാൻ പറ്റും. പണ്ട് ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ താൻ കരഞ്ഞ ഒരു കരച്ചിലാണത്. ആ കരച്ചിൽ നമുക്കൊന്ന് വായിക്കാം. I do not understand what I do. 7:15 റോമാലേഖനം. I do not understand what I do, for what I want to do I do not do, but what I hate I do. എനിക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് വാസ്തവത്തിൽ പലരുടെയും ഒരു കരച്ചിലാണ്. ഹല്ലേലൂയ. ഞാനും ഈ കരച്ചിൽ ഒത്തിരി നാൾ കരഞ്ഞ വ്യക്തിയാണ്. കർത്താവേ, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ആ കരച്ചിൽ കരയുന്ന ഏതെങ്കിലും വ്യക്തി ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് സന്ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ സ്വതന്ത്രമാക്കാൻ എൻ്റെ യേശു ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുന്നു, For I have the desire to do what is good, but I cannot carry it out. എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും പുള്ളി പറയുകയാണ്, പൗലോസ് പറയുകയാണ്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ ബുക്ക് എടുക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നന്മ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ പാപം എന്ന മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു, അതെന്നെ ബദ്ധനാക്കി കളയുന്നു, എന്നെ അത് തോൽപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഈ തോൽവിയുടെ ജീവിതത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇങ്ങനൊരു ജീവിതം നിങ്ങൾ ജീവിക്കേണ്ടി വരത്തില്ല. കാരണം പുതിയ നിയമം നിന്റെ ശ്രമത്തിൻ്റെ ജീവിതമല്ല. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 5:4 പറഞ്ഞ, യു ഹു ആർ ട്രൈയിങ്. ഇത് ട്രൈയുടെ ജീവിതമല്ല, ഇത് വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. ഈ ജീവിതം നീ ആരംഭിക്കേണ്ടത് ട്രൈയിലല്ല, ഈ ജീവിതം നീ ആരംഭിക്കേണ്ടത് ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗാഡ്.
നീ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഈ ജീവിതം ആരംഭിക്കുമെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ഹല്ലേലൂയ. അങ്ങനെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ഇതിൽ നിന്നൊന്ന് ആര് വിടുവിക്കും എന്ന പഴയ നിയമത്തിലായിരുന്ന പൗലോസിന്റെ കരച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് 8:1 പറയുന്നത്. റോമാലേഖനം 8:1 അവിടെ എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഹല്ലേലൂയ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ശബ്ദമുയർത്തി അത് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞ റോമാലേഖനം 8:2 ചേർന്ന് പറഞ്ഞാട്ടെ. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടണം. ഹല്ലേലൂയ. ഈ പ്രമാണം നിന്റെ അകത്ത് വന്നപ്പോൾ തന്നെ നിന്റെ അകത്ത് സ്വാതന്ത്ര്യം വന്നു. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്ന ആദ്യ മിനിറ്റിൽ തന്നെ നിന്റെ അകത്ത് സ്വാതന്ത്ര്യം വന്നു. നിങ്ങളുടെ അകത്ത് സ്വാതന്ത്ര്യം വന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി പറക്കാൻ ശ്രമിക്കണ്ട എന്നതുപോലെ, ഒരു മത്സ്യം നീന്താൻ ശ്രമിക്കണ്ട എന്നതുപോലെ നീ ജയകരമായി ജീവിക്കാൻ ശ്രമിക്കണ്ട, ജയിച്ചങ്ങ് ജീവിച്ചാൽ മതി. ബ്രദറെ, ഞങ്ങൾ ഇതൊക്കെ എത്ര നോക്കിയതൊന്നും നടക്കത്തില്ല. അതെന്തുകൊണ്ടാണ് നടക്കാഞ്ഞെന്നറിയാവോ? നീ ആരംഭിച്ചത് വിശ്വാസത്തിലല്ല, നിങ്ങൾ ആരംഭിച്ചത് ശ്രമത്തിലാണ്. പുതിയ നിയമം ശ്രമത്തിൽ ആരംഭിച്ചാൽ തോറ്റ് തുന്നം പാടും. എന്നാൽ വിശ്വാസത്തിൽ ആരംഭിച്ചാൽ കർത്താവ് എന്നിൽ അത് ചെയ്തു, കർത്താവ് എന്നെ പൂർണ്ണമാക്കി എന്ന കോൺഫിഡൻസിൽ ആരംഭിച്ചാൽ നിങ്ങൾ സക്സസ്ഫുൾ ആകും. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 2:9 പറഞ്ഞത്, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നുവല്ലോ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നിങ്ങൾ പുതിയ സൃഷ്ടി ആയിട്ട് വിശ്വാസത്തിലൊന്ന് ആരംഭിച്ചേ, എന്നാൽ നിങ്ങൾ ജയിക്കും. എന്നാൽ നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നെ യാതൊരു ശക്തിക്കും സാധ്യമല്ല. റോമാലേഖനം 8:3 ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധിക്കാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് റോമാലേഖനം 8:3. ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധിക്കാഞ്ഞതിനെ സാധിപ്പിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ. എന്തിനാണ് പുത്രൻ വന്നത്? ന്യായപ്രമാണം നല്ലതാണെന്ന് 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നല്ലതാണ്. പക്ഷെങ്കിൽ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, അതിന് എന്നെ ചിലത് സഹായിപ്പാൻ സാധ്യമല്ല. ബിക്കോസ് ഇറ്റ് വാസ് വീക്കൻഡ് ബൈ ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തെ സഹായിപ്പാൻ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന് കഴിവുള്ളതല്ല, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കഴിവുള്ളതല്ല. എന്നാൽ എന്തിനാണ് യേശു ക്രിസ്തുവിനെ അയച്ചത്? ന്യായപ്രമാണത്തിന്, പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്, മരണ ശുശ്രൂഷയ്ക്ക്, കണ്ടംനേഷൻ്റെ ശുശ്രൂഷയ്ക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന് കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം പുതിയ നിയമത്തിൽ യേശു നിനക്ക് നൽകുകയാണ്. ഈ വിശ്വാസത്തിൽ നിങ്ങളൊന്ന് ആരംഭിക്കുമെങ്കിൽ നിങ്ങൾ ഇന്ന് വിജയം കാണാനായിട്ട് പോവുകയാണ്. ഓ റസാഖല ബ്രഹോസിയാംറ്റസ്, ഇത്രയും നാൾ നിങ്ങളെ തോൽപ്പിച്ച ആ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. അത് മദ്യപാനമാകാം, അത് സിഗരറ്റ് വലിയാകാം, അത് തെറ്റായത് കാണുന്നതാകാം, തെറ്റായത് കേൾക്കുന്നതാകാം, വേണ്ടാത്തത് കേൾക്കുന്നതാകാം, അസൂയയാകാം, ഹല്ലേലൂയ, മറ്റുള്ളവരോടുള്ള ദേഷ്യമാകാം, പകയാകാം, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം. ഇത് മുഴുവൻ ഒരു ചങ്ങലയായി പിശാച് നിർത്തുമ്പോൾ ആ ചങ്ങലകളെ മുഴുവൻ ബ്രേക്ക് ചെയ്ത് നിന്റെ ലൈഫിൽ സ്വാതന്ത്ര്യത്തെ തരാൻ ഒരൊറ്റ സത്യം അറിഞ്ഞാൽ മതി, ഇത് എൻ്റെ പരിപാടിയല്ല, ഇത് അവൻ്റെ പരിപാടിയാണ്. ഹല്ലേലൂയ. ഇത് എൻ്റെ ശ്രമത്തിൻ്റെ വകുപ്പല്ല, ഇത് അവൻ എന്നിൽ ചെയ്തെടുക്കുന്ന വകുപ്പാണ്. ഞാൻ അവനെ അനുവദിക്കുകയാണ്, ഞാൻ അവനെ എന്നിലൂടെ തുറന്നു വിടുകയാണ്. ഞാൻ ആത്മമണ്ഡലത്തെ എന്നിൽ അനുവദിച്ചാൽ മതി, ആത്മാവ് എന്നിൽ അത് ചെയ്തോളും, ആത്മാവ് എന്നിൽ അത് ചെയ്തോളും. എനിക്ക് സാധിക്കാത്തത്, എൻ്റെ ജഡം കൊണ്ട് ശ്രമിച്ചിട്ട് സാധിക്കാത്തത് ഇന്ന് ഈ ഉച്ചതിരിഞ്ഞ് ആത്മാവിനാൽ സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം വെളിപ്പെട്ടിരിക്കും?
യേശുവിൻ്റെ നാമത്തിൽ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം വെളിപ്പെട്ടിരിക്കും. അസാധാരണമായ സ്വാതന്ത്ര്യത്തിലോട്ട് എൻ്റെ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ കടത്താനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയും പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തിൽ വരണമെങ്കിൽ അതിനെ ആത്മാവ് നിയന്ത്രിക്കണം. 8-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: Those who live according to the flesh have their mind set on what the flesh desires, but those who live in accordance with the Spirit have their minds set on what the Spirit desires. So here it is written, the mind governed by the flesh is death, the mind governed by the Spirit is life and peace. പലരും പറയാറുണ്ട്, ബ്രദറെ, എൻ്റെ മനസ്സിൽ യാതൊരു സ്വസ്ഥതയില്ല, എൻ്റെ മനസ്സിൽ എനിക്കൊരിക്കലും സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല. ആമേൻ, എൻ്റെ മനസ്സിൽ എപ്പോഴും തെറ്റായ ചിന്താഗതികളാണ്. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് റോമാലേഖനം 8:6 പറയുന്നു, ആമേൻ, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും. നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി നിങ്ങൾ ആത്മാവിനെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ശ്രമിച്ചാൽ അസൂയയുടെ ചിന്തയോ, ആമേൻ, ഹല്ലേലൂയ, വൈരാഗ്യത്തിൻ്റെ ചിന്തയോ മാറ്റുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവേ, എൻ്റെ മനസ്സിനെ ഹോൾഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ ആത്മാവേ, നിന്നാൽ അത് സാധിക്കും എന്ന് ഞാൻ പറയണം. നിന്നാൽ, എൻ്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ശക്തിയാൽ എനിക്കത് സാധിക്കും. ഹല്ലേലൂയ. The mind governed by the flesh is death. ജഡത്തിൻ്റെ ചിന്ത മരണം, പക്ഷെ ആത്മാവിൻ്റെ മനസ്സോ ആമേൻ ജീവനും സമാധാനവുമാകുന്നു. ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. നിങ്ങളുടെ മൈൻഡിൽ പല ചിന്തകൾ കയറി കൂടിയിട്ട് നിങ്ങൾക്കതിനെ ജയിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കതിന് മേൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഡിപ്രഷനാണ്, ആൻസൈറ്റിയാണ്, ഗ്രീഫാണ്, ആമേൻ, ദേഷ്യമാണ്, കയ്പാണ്, ക്രോധമാണ്, ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഈ ചിന്തകളെ മുഴുവൻ ഇപ്പോൾ ആത്മാവിനാൽ നിനക്ക് ജയിക്കാൻ പറ്റും. ഇതാണ് ഇന്നത്തെ സന്ദേശം. ഈ ചിന്തകളെ മുഴുവൻ നിനക്ക് ആത്മാവിനാൽ ജയിക്കാൻ സാധിക്കും. പറഞ്ഞേ, ആത്മാവിൻ്റെ ചിന്ത. ആത്മാവിന് എൻ്റെ ചിന്തയെ ഞാൻ ഏൽപ്പിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കണ്ട. ആത്മാവ് എൻ്റെ അകത്ത് നല്ല ചിന്ത ഇട്ടോളും. ഞാൻ ക്രിസ്തുവിൻ്റെ ചിന്തയുള്ളവനാണ്, ഞാൻ ആത്മാവിൻ്റെ ചിന്തയുള്ളവനാണ് എന്ന വിശ്വാസത്തിൽ, എന്ന ബോധ്യത്തിൽ ഒന്ന് ആരംഭിച്ചു നോക്കിയേ, നിന്റെ ആത്മമണ്ഡലത്തിൽ സ്വാതന്ത്ര്യം വെളിപ്പെടും. കാരണം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റും. പഴയ നിയമത്തിലെ ന്യായ പ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിനെ സാധിക്കാൻ പുതിയ നിയമത്തിന് സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ഫ്രീഡത്തിലോട്ട് നിങ്ങളിപ്പോൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, For if you live according to the flesh you will die, but if by the Spirit you put to death the misdeeds of the body you will live. Hallelujah. ജഡത്തിൻ്റെ പ്രവൃത്തിയെ ആത്മാവിനാൽ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രമിച്ചു മരിപ്പിക്കാനല്ല, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ചില വികാരങ്ങളെ, ചില ഇച്ഛകളെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ സാധിക്കാതെ വന്നത് നിങ്ങൾ ശ്രമിച്ചത് കൊണ്ടാണ്. പക്ഷെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ഇഫ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ അതിനെ മരിപ്പിക്കുമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ അസാധാരണമായ സ്വാതന്ത്ര്യം വെളിപ്പെടാനായിട്ട് പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ യേശു നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്രിയജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരുടെ ലൈഫിൽ അവർ കടന്നു പോകുന്ന അഡിക്ഷനുകൾ, സ്ട്രഗിളുകൾ, ആമേൻ, വിഷമതകൾ, ഹല്ലേലൂയ, ജയിക്കാൻ കഴിയാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകൾ എല്ലാത്തിൻ്റെ മേലും ഇപ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തിയെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ ചലനം ആ മേഖലകളിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ശ്രമിച്ചിട്ട് നടക്കാഞ്ഞത് ഇന്ന് രാത്രി, ആമേൻ, ഇന്ന് ഈ സായാഹ്നത്തിൽ ആത്മാവ് അവർക്കായി ചെയ്തു കൊടുക്കും. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാകുന്ന പുതിയ നിയമത്തിന് ആമേൻ അവരെ, ആമേൻ, ഹല്ലേലൂയ, ജീവിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയെ റിലീസ് ചെയ്യുന്നു, തിരുക്കരത്തിൽ അവരെ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you and see you in the next episode. Amen, amen, amen.